അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെയ്തി പുഞ്ചിരിയെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ്. 234 ഹദീസ്. ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് ഖാല ഹദ്ദസനാ അബുൽ അഹ്വസി അൻ അബി ഇസ്ഹാഖ അൻ അലി ഇബ്നു റബീഅ ഖാല അലി ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഹിദ്തു അലിയൻ, ഞാൻ ഒരു ദിവസം അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഞാൻ ഹാജരായി. അലി റളിയല്ലാഹു അടുത്തേക്ക് ഞാൻ പോയി. ഉതിയ ബിദാബത്തിൻ ലിയർകബഹ, അലി റളിയല്ലാഹുവിനക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അലി റളിയല്ലാഹു യാത്ര പോകുന്നുണ്ട്. ആ യാത്ര പോകുവാനായിട്ട് ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫലമ്മ വളഅ റിജ്ലഹു ഫിൽ റികാബി, ആ വാഹനത്തിൽ കയറാൻ വേണ്ടി 10 വേണ്ടിയിട്ട് കാല് വെച്ചപ്പോൾ ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു ബിസ്മില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. ഫലമ്മസ്തവ അലാ ലഹ്രിഹ, ആ സഞ്ചരിക്കുന്ന മൃഗത്തിൻ്റെ മേലെ, ആ വാഹനത്തിൻ്റെ മേലെ അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ പുറത്തിൽ അതിൻ്റെ മേലെ ഇരുന്നപ്പോൾ ഖാല പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അനുസരിച്ചു, എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒരു വാഹനം എനിക്ക് റെഡിയാക്കി തന്നല്ലോ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു. സുമ്മ ഖാല, പിന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലംഖലിബൂൻ. അല്ലേ, ഞങ്ങളും ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, ഫ്ലൈറ്റ് പോകുമ്പോൾ ഇത് പറയാറുണ്ട്. സുമ്മ ഖാല, ഇത് പറഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ് സലാസൻ, 3 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ സലാസ, 3 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ തടി കൊണ്ട് ഒരുപാട് ഞാൻ ളുൽമ് ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഗ്ഫിർ ലി, എനിക്ക് നീ പുറത്തു താ അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പുറത്തു തരുന്നവനില്ല. അലി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടി അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണു, നീ അല്ലാതെ പുറത്തു തരുന്നവൻ ഇല്ല. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഫഖുൽതു ലഹു, ഈ റാബി ചോദിക്കുന്നത്, അതായത് അലി ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മിൻ അയ്യി ഷൈഇൻ ലഹിഖത യാ അമീറൽ മുഅ്മിനീൻ, ഇനി എന്തിനാണ് ആ വാഹനത്തിൻ്റെ മേലെ കയറി ദിക്റെല്ലാം പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ചിരിച്ചത് എന്തിനാണ്? നിങ്ങൾ ചിരിച്ചല്ലോ, അത് എന്തിനാണ്? ഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു എന്തെന്ന്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വനഅ കമാ സ്വനഅതു തുമ്മ ലഹിഖ, ഹബീബായ മുത്തുനബി യാത്ര ചെയ്യാൻ വേണ്ടി വാഹനത്തിന് മേലെ കയറിയാൽ ഞാനിപ്പോൾ എന്ത് ചെയ്തു അതുപോലെ ചെയ്യും. പിന്നീട് മുത്തുനബി ചിരിച്ചു. ആ വാഹനത്തിന് ദിക്റെല്ലാം പറഞ്ഞിട്ട് മുത്തുനബി ചിരിച്ചു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ ലഹിഖത യാ റസൂലല്ലാഹ്, മുത്തുനബിയെ എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? ഈ വാഹനത്തിന് മേലെ ദിക്റെല്ലാം പറഞ്ഞു ദുആരന്നു, നിങ്ങൾ ചിരിച്ചത് എന്തിനാണ്? ഖാല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന റബ്ബക ലയഅജബു മിൻ അബ്ദിഹി ഇദാ ഖാല റബ്ബിഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറുക. നിന്റെ റബ്ബ് ലയഅജബു മിൻ അബ്ദിഹി, അവൻ്റെ അടിമയുടെ വിഷയത്തിൽ അവനിക്ക് വല്ലാത്ത സന്തോഷമാണ്. അവൻ്റെ ദാസൻ, അവൻ്റെ അടിമയാകുന്ന ഞങ്ങൾ ചെയ്യുന്ന ഒരു വിഷയത്തിൽ അള്ളാഹുവിനിക്ക് വല്ലാത്ത സന്തോഷമാണ്. എന്താണ് ആ കാര്യം? ഇദാ ഖാല,
ആ അടിമ പറഞ്ഞാൽ റബ്ബിഗ്ഫിർലി ദുനൂബി, എൻ്റെ റബ്ബേ എനിക്ക് നീ പുറത്തു താ എൻ്റെ ദോഷത്തിന്, എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും എനിക്ക് എന്താക്കണം, പുറത്തു തരണം. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറുക്, നീ അല്ലാതെ പുറത്തു തരുന്ന ഒരു ഇലാഹില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെ എനിക്ക് നീ പുറത്തു തരണം എന്ന് ഒരു അടിമ ദുആരെന്നാൽ ആ റബ്ബിനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ആ റബ്ബിനിക്ക് അത്രയും സന്തോഷമാകുന്ന വിഷയം ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിതാ ചിരിച്ചു എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുത്തുനബി പറഞ്ഞു, അള്ളാനെ സന്തോഷിപ്പിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ദിക്റാണ്, ഒരു ദുആയാണ് റബ്ബിഗ്ഫിർലി ദുനൂബി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറുക്. ഈ ദിക്ർ എല്ലാവരും പറയണം. അങ്ങനെ പറഞ്ഞാൽ റബ്ബ് സന്തോഷിക്കും. റബ്ബ് സന്തോഷിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. സ്വർഗത്തിൽ കടന്നാൽ അവൻ്റെ ലിഖാനെ കണ്ട് ഞങ്ങൾക്കും സന്തോഷിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ദിക്ർ പറയാൻ, ഒരുപാട് ഖുർആൻ ഓതാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.